ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ പ്രൊമോഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര കോടി രൂപ ഇത്ര ദിവസം കൊണ്ട് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രൊമോഷൻ. എന്റെ രണ്ടാമത്തെ പടത്തിന്റെ അനൗൺസ്മെന്റും കൂടി, സോറി അനൗൺസ്മെന്റ് അല്ല, രണ്ടാമത്തെ പടത്തിന്റെ കുറച്ച് ലൊക്കേഷന് കാര്യങ്ങളുമായിട്ടോട്ട് ഒരു സെറ്റപ്പിലോട്ട് പോയത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കേരളത്തിൽ വെച്ച് ഷൂട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നെങ്കിലും കുറെ നമ്മുടെ തമിഴ് പടം ആയതുകൊണ്ട് കൂടുതലും അവിടെ വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ സേലത്തേക്ക് ഷൂട്ടിങ്ങിന്റെ പരമായിട്ട് കുറച്ച് പോയി. അതുകൊണ്ട് രണ്ടു പടവും അവിടെ വെച്ചിട്ട് തന്നെ കുറെ മറ്റേത് പകുതി കൊണ്ടിനി. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാനാണ്. നമ്മുടെ ദൃശ്യം 3 സിനിമയുടെ ഒരു ഫൈനൽ അപ്ഡേഷൻ എന്ന് പറയുന്നപ്പം 30-ാം ദിവസം 330 കോടി എന്ന് പറയുന്നു. മെയ് 21 രാത്രി 12, മെയ് 22-ാം തീയതി സിനിമ റിലീസ് ആക്കി. അപ്പൊ ഡേറ്റ് വരുന്നത് മൊത്തത്തിൽ സിനിമ റിലീസായിട്ട് 22 ദിവസം ഓർ 23 ദിവസം ആവത്തേ ഉള്ളൂ സിനിമ റിലീസായിട്ട്. അപ്പൊ 330 കോടിയിലേക്ക് എന്ന് പറഞ്ഞു. അപ്പം ഒരു മിക്സ്ഡ് റിവ്യൂ കിട്ടിയ ഒരു സിനിമ അത്രയും. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, പണ്ടത്തെ കൂട്ടല്ല ഇപ്പോഴത്തെ പ്രൊമോഷൻ ഫുൾ എന്ന് പറഞ്ഞാൽ മാക്സിമം തള്ളി കയറ്റുക. 1ഉം 2ഉം സൂപ്പർ ഹിറ്റ് ആയെന്ന് പറഞ്ഞ് മൂന്നാമത്തെ ഹിറ്റ് ആവണമെന്നില്ല എന്ന് പറഞ്ഞ് മൂന്നാമത് തള്ളിക്കയറ്റുന്നതിനകത്ത് ഞാൻ യോജിക്കുന്നുമില്ല. എല്ലാ ആർട്ടിസ്റ്റുകളെയും നമുക്ക് ഇഷ്ടമാണ്, എല്ലാം താല്പര്യമാണ്. പക്ഷെ അത് പടം ഫ്ലോപ്പ് ആവുന്ന തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ എന്നും പറഞ്ഞ ഈ മിക്സ്ഡ് റിവ്യൂ ഒന്ന് ഇൻഡസ്ട്രി ഹിറ്റ് എനിക്ക് തന്നെ വേണമെന്നും പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് തള്ളിക്കയറ്റുന്നതിനകത്ത് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാര്യം തള്ളിക്കോ, പക്ഷെ ഒരു പരിധി വിട്ട്. കാര്യം ഈ ഒരു പ്രസിങ് നമ്മുടെ തുടരും സിനിമയ്ക്കാണെങ്കിൽ 100% 330 അല്ല 500 കോടി 600 കോടി ഒക്കെ പറഞ്ഞാലും ആ പടത്തിന് അതിനുള്ള ആംബിയർ ഉണ്ട്. അതായത് ലാലേട്ടന്റെ ആ വണ്ടിക്കകത്തിരുന്ന ഒരൊറ്റ നോട്ടം മാത്രം മതി ഈ സിനിമയെ ഫുള്ള് വിലയിരുത്താൻ. ആ രീതിയിൽ പെർഫോമൻസ് ചെയ്തേക്കുന്ന ആ രീതിയിലുള്ള ഒരു പടമാണ് തുടരും. ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ 330 കോടി തുടരും സിനിമയുടെ 7 അയലത്ത് എത്തിയിട്ടില്ല ദൃശ്യം 3. എന്നിട്ട് ഇത് തള്ളി ഇൻഡസ്ട്രി ഹിറ്റ് വേണമെന്നും പറഞ്ഞിരിക്കുന്നതിനകത്ത് എനിക്ക് യാതൊരു ഇതൊന്നുമില്ല. പക്ഷെ നല്ല പടങ്ങൾക്ക് എന്തുകൊണ്ടില്ലായിരിക്കും. പക്ഷെ ഇത്രയും മിക്സഡ് ആയിട്ടും ഇങ്ങനെ നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇത്രയും എന്ന് വെച്ചാൽ മിക്സ്ഡ് റിവ്യൂ കിട്ടി. ഈ പട സിനിമ കണ്ടവർക്ക് പിന്നെ 2ന്റെ കാട്ടി കൊള്ളാവെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. 1ഉം 2നെക്കാട്ടി അടിപൊളിയാണ് 3 എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അയ്യപ്പം എന്നിട്ട് ഇത് തള്ളി അങ്ങ് 330 കോടി, അതും 22 ദിവസം ആയതേ ഉള്ളൂ. ഇപ്പം മറ്റന്നാളിലാണെങ്കിൽ സിനിമ OTT-യിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ റിലീസ് ആകുമ്പോഴും 22 ദിവസം ആവത്തേ ഉള്ളൂ. ഈ 330 കോടി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് മയത്തിനൊക്കെ അങ്ങോട്ട് പ്രസ് ചെയ്യുക. ഈ പല സിനിമകളും ഇതേപോലെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഇത്ര കോടി, ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ പ്രൊമോഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര കോടി രൂപ ഇത്ര ദിവസം കൊണ്ട് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രൊമോഷൻ. കാര്യം അതിന്റെ അപ്പുറം വേറെ പ്രൊമോഷൻ ഇല്ല. ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കാര്യം പറയും. ഇപ്പൊ ലാസ്റ്റ് സിനിമ ഒരു നെഗറ്റീവ് ഒരു ആവറേജ് എന്തോ എന്ന് പോലും പറഞ്ഞിട്ടുള്ളത് അത്രയ്ക്ക് ഹൈപ്പായിട്ട് നിൽക്കുന്ന ഒരു പടത്തിന്റെ കളക്ഷൻ പോലും 69 കോടി രൂപ ആയിട്ടുള്ളൂ. അത്രയ്ക്കും ആൾക്കാർ കയറുന്നത്. അപ്പൊ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഈ കാര്യങ്ങൾ.